ശ്രീ വി ടി ബൽറാം, ഇന്ത്യ ഒരു ഭരണഘടനാ ജനാധിപത്യമാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിലെങ്കിലും അതൊരു മെജോറിറ്റേറിയൻ സ്റ്റേറ്റ് ആണോ എന്ന് തോന്നിക്കുന്നും ഉണ്ട്. രാഷ്ട്രീയ സ്വയം സേവക സംഘം ഒരു നൂറ്റാണ്ട് പൂർത്തിയാക്കുമ്പോൾ ഹിന്ദു രാഷ്ട്ര സ്ഥാപനം നടന്നു കഴിഞ്ഞു എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇതിലേക്ക് ക്ഷണിച്ച മാതൃഭൂമിക്ക് നന്ദി. ഇവിടെ വളരെ പ്രസക്തമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമ്മൾ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടുന്നൊരു കാര്യമാണ്. കാരണം ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ 2025 എന്ന് പറയുന്ന വർഷത്തിന് ചരിത്രത്തിൽ 3 സംഭവങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ എന്ന് പറയുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ഞാൻ കടന്നു വരുമ്പോൾ തീർച്ചയായും ആ 3-ൽ 1 കോൺഗ്രസ്സുകാരനായിട്ടുള്ള എനിക്ക് മാത്രമല്ല നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് സാക്ഷാൽ മഹാത്മാഗാന്ധി കടന്നു വന്നതിൻ്റെ 100ാം വാർഷികമാണ് 2025. മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ മറ്റേതെങ്കിലും ഒരു സംഘടനയ്ക്കോ അങ്ങനെ ഒരു അഭിമാനം ഈ ഘട്ടത്തിൽ ഉയർത്തിപ്പിടിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറേയേറെ പരിപാടികളൊക്കെ ആയിട്ടാണ് ഞങ്ങളൊരു ഭാഗത്ത് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ലോകത്തെ മറ്റൊരു തരത്തിൽ വലിയ രീതിയിൽ സ്വാധീനിച്ച ഒരു ആശയം പുറത്തു വന്നതിൻ്റെ ഒരു വർഷം കൂടിയാണത്. ഹിറ്റ്ലർ തൻ്റെ ആത്മകഥയായിട്ടുള്ള മെയിൻ ക്യാമ്പ് പ്രസിദ്ധീകരിച്ച വർഷമാണ് 1925. അതിൻ്റെ 100ാം വർഷമാണ് ഇപ്പോൾ. ആ ഹിറ്റ്ലറിൽ നിന്നും നാസി പ്രസ്ഥാനത്തിൽ നിന്നും അതിൻ്റെ ആശയങ്ങളിൽ നിന്നും അതിൻ്റെ പ്രവർത്തന രീതികളിൽ നിന്നും ഒരുപാട് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് RSS എന്ന് പറയുന്നൊരു സംഘടനയും കൃത്യം 100 വർഷം മുമ്പ് ഈ രാജ്യത്ത് പിറവിയെടുത്തത്. അപ്പോൾ ഈ 3നെയും നമുക്ക് നോക്കിക്കാണുമ്പോൾ ഒന്ന്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമുക്കൊക്കെ അഭിമാനവും പ്രതീക്ഷയും ജനാധിപത്യത്തിൻ്റെ നാളിതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമായി നോക്കിക്കാണാൻ കഴിയുന്ന കാര്യമാണ് എങ്കിൽ മറ്റ് 2 കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതും നമുക്കൊക്കെ സ്വാഭാവികമായിട്ട് തന്നെ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ RSSൻ്റെ 100ാം വർഷത്തിലേക്ക് അവരെ അടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ആഘോഷ പരിപാടികളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ അഭിലാഷ് ചോദിച്ചൊരു ചോദ്യം ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞോ എന്നുള്ളതാണ്. ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. കാരണം അത്രത്തോളം ബഹുസ്വര ദേശീയത എന്ന് പറയുന്ന ആശയത്തെ ഈ രാജ്യത്ത് ഒരുപാട് ആഴത്തിൽ വേരോടിക്കാൻ ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയായി ഈ രാജ്യത്ത് നിലവിൽ വന്ന ഭരണഘടന, അത് RSSും അനുബന്ധ പ്രസ്ഥാനങ്ങളും എത്രത്തോളം അതിനെ അവമതിക്കാൻ ശ്രമിച്ചാലും എത്രത്തോളം അത് പൊളിച്ചെടുക്കാൻ ശ്രമിച്ചാലും ഈ സമീപകാലത്ത് അവർക്ക് ലഭിച്ച അധികാരത്തിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ഭരണഘടന സമ്പൂർണ്ണമായി പൊളിച്ചെഴുതാൻ ശ്രമിക്കുമ്പോഴും ആ ഭരണഘടന ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമായിട്ടില്ല, അതാവാൻ അനുവദിക്കുകയില്ല. അതാവാതിരിക്കാനുള്ള നമ്മുടെ കയ്യിലെ ഏറ്റവും വലിയ പ്രതിരോധം എന്ന് പറയുന്നത് ആ ഭരണഘടനയും അത് മുന്നോട്ട് വയ്ക്കുന്ന ബഹുസ്വര ദേശീയത എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുമാണ്. അപ്പോൾ അത് സംരക്ഷിക്കുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്തമാണ് ഈ കാലഘട്ടത്തിൽ ഈ രാജ്യം ഒരു മതരാഷ്ട്രമാവരുത് ഒരു കാലത്തും എന്നതിൻ്റെ ചിന്ത മനസ്സിൽ സൂക്ഷിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഉത്തരവാദിത്തം. ശരി.